3 വർഷം കൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ തിരക്കഥയെ 3 മാസം കൊണ്ട്, അതായത് 100 ദിവസം കൊണ്ട് ഞാനൊരു നോവലാക്കി മാറ്റിയാണ്. ഇന്ന് എൻ്റെ എഴുത്തിൻ്റെ 30ാമത്തെ ദിവസം, ഡേ 30. ഇന്ന് എൻ്റെ എഴുത്ത് യാത്രയുടെ 30 ദിവസം പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് എനിക്ക് 20 പേജ് എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ ആകെ മൊത്തം 30 ദിവസം കൊണ്ട് 123 പേജ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ എഴുത്തിനെ പറ്റി മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ വായനയെ പറ്റിയും കൂടിയാണ്. നിലവിൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ വിക്ടർ എ ഫ്രാങ്ക്ലിൻ്റെ മാൻ സെർച്ചിങ് ഫോർ മീനിങ് എന്ന ബുക്കിൻ്റെ മലയാളം പരിഭാഷയായ പൊരുൾ തേടിയുള്ള മനുഷ്യപ്രയാണമാണ്. അതിൻ്റെ കൂടെ ഞാൻ വായിക്കുന്ന മറ്റൊരു പുസ്തകമാണ് ഖാലിദ് ഹൊസൈനിയുടെ എ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ്. അതുകൂടാതെ എൻ്റെ എഴുത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടി 2 ദിവസം മുമ്പ് ഞാൻ 2 പുസ്തകങ്ങൾ കൂടി വായിക്കാൻ തുടങ്ങി. അതിലൊന്ന് ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകൻ എന്ന പുസ്തകമാണ്. രണ്ടാമത്തേത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ. ഈ 2 പുസ്തകവും ഞാൻ ഇതിനു മുൻപ് വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഇത് തന്നെ വായിക്കാൻ തിരഞ്ഞെടുത്തത്, ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ ഒരു മുസ്ലിം പശ്ചാത്തലവും ഇസ്ലാമിക് കൾച്ചറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനു വേണ്ട സാഹിത്യ ഭാഷ ഈ പുസ്തകങ്ങൾ വായിക്കുന്നത് വഴി വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് വീണ്ടും ഈ 2 പുസ്തകവും ഞാൻ വായിക്കാൻ തീരുമാനിച്ചത്. ഈ 30 ദിവസം കൊണ്ട് എൻ്റെ എഴുത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ നോവൽ ഒരു ഏക അധ്യായ നോവലായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ 30 ദിവസം പിന്നിടുമ്പോൾ എൻ്റെ ആദ്യത്തെ ആ പ്ലാൻ മാറ്റി 6 അധ്യായങ്ങളുള്ള അല്ലെങ്കിൽ 6 ഭാഗങ്ങളുള്ള ഒരു നോവലാക്കി മാറ്റാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മാറ്റാനുള്ള തീരുമാനം എടുക്കാൻ കാരണം, നോൺ ലീനിയറായിട്ട് പറയുന്ന കഥയായതുകൊണ്ട് അത് ഒറ്റ ചാപ്റ്ററിൽ പറഞ്ഞാൽ വായനക്കാർക്ക് കൺഫ്യൂഷൻ വരുമെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഇതുവരെ എഴുതിയത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാറ്റി ചിന്തിക്കുന്നത്. ഏക അധ്യായം എന്നതിനെ മാറ്റി 6 അധ്യായങ്ങളുള്ള ഒരു നോവലാക്കി മാറ്റാനാണ് നിലവിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 30 ദിവസത്തെ എഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം എന്നല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തത വർദ്ധിക്കുന്നത് കൂടിയാണ്. The more I write, the more clear I become. ഇനിയുള്ള 70 ദിവസങ്ങളിലും എനിക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചതായി എഴുതാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്റ്റാർട്ട് റൈറ്റിംഗ്, കീപ് റൈറ്റിംഗ്. Until next time, it's Shanpan. Love.